ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിനി പഠിക്കാൻ പോകുന്നത് തേർഡ് മൊഡ്യൂളിലെ അരിത്തമാറ്റിക് അൽഗരിതത്തിൽ ഫസ്റ്റ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് അൺസൈൻഡ് നമ്പേഴ്സിൻ്റെ പ്രൊസീജിയറാണ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടാണ് അറേ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അറേ മൾട്ടിപ്ലയറിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ സൈൻഡും അൺസൈൻഡ് നമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബൂത്ത് അൽഗരിതം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇതിപ്പോൾ നമ്മൾ അന്ന് എനിക്ക് സീരീസിന് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ തരാൻ പറ്റുമോ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ സ്കിപ്പ് ചെയ്ത് കയറിപ്പോയത്. സോ നമ്മളിപ്പോൾ പോകുന്നത് തേർഡ് മൊഡ്യൂളിൻ്റെ ആ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ് ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ തേർഡ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് അൺസൈൻഡ് നമ്പേഴ്സാണ് നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് 13ഉം 11ഉം ആണ്. അപ്പോൾ 13 ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് 11. ഓക്കെ, സോ അപ്പോൾ നമുക്ക് 13നെ ഏത് പേര് വിളിക്കാം? മൾട്ടിപ്ലിക്കൻ്റ് എന്ന് വിളിക്കാം. ദെൻ 11നെ നമുക്ക് എന്ത് വിളിക്കാം? മൾട്ടിപ്ലയർ എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രൊസീജിയറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടറിയാണ്, ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടറിയാണ് ഏതെന്ന് പറയുന്നത് അറേ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. അപ്പോൾ അറേ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ കുറേ അറേ ഓഫ് സെൽസ് എടുത്ത് വെക്കും. ആ സെൽസിനകത്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ നമ്മൾ പെർഫോം ചെയ്യുന്നത്. സോ ബൈനറി മൾട്ടിപ്ലിക്കേഷൻ ക്യാൻ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ എ കോമ്പിനേഷണൽ 2-dimensional logical array called array multiplier. ഇതൊരു 2-dimensional array ആണ്, wherein which we are performing this multiplication operation. Okay. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ അറേ ഫോമുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കൻറ്റിൻ്റെയും മൾട്ടിപ്ലയറിൻ്റെയും സൈസ് എന്താണോ, എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മൾട്ടിപ്ലിക്കൻറ്റിനെയും മൾട്ടിപ്ലയറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, സോ ആ നമ്പർ ഓഫ് ബിറ്റ്സിൻ്റെ കൗണ്ട് ആയിരിക്കും നമ്മളുടെ അറേ മൾട്ടിപ്ലയറിൻ്റെ ഡയമെൻഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇവിടുത്തെ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ കേസിൽ എത്ര ബിറ്റ്സ് ഉണ്ട്? 1 2 3 4 4 ബിറ്റ്സ് വെച്ച് നമുക്ക് മൾട്ടിപ്ലിക്കൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ ഇവിടുത്തെ റോ സൈസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ സൈസ് ആയിരിക്കും. ദെൻ കോളം സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലയറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് വിൽ ബി ദ മൾട്ടിപ്ലയർ, ദാറ്റ് വിൽ ബി ദ കോളം സൈസ് ഓഫ് ദിസ് അറേ മൾട്ടിപ്ലയർ. സോ ഇവിടെ നമുക്ക് 4 ബിറ്റ്സ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കൻറ്റിന് വേണ്ടിയിട്ടും എഗെയിൻ 4 ബിറ്റ്സ് ആണ് നമ്മൾ മൾട്ടിപ്ലയറിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് വി ആർ ഹാവിങ് എ 4x4 2D അറേ. ഓക്കെ, 4x4 അറേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അറേയുടെ ഡയമെൻഷൻ നമുക്ക് കിട്ടി. അറേ എന്ന് പറയുമ്പോഴേക്കും ഇതാട്ടോ സാധനം. ഇതാണ് നമ്മുടെ അറേ മൾട്ടിപ്ലയറിൻ്റെ ഫിഗർ. ഇനി ഇതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്നാണ് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ഇതാണ് ഈ അറേക്കകത്തുള്ള സെൽസ് എന്ന് പറയുന്നത്. ഈ അറേയിൽ എത്ര സെൽസ് വന്നിട്ടുണ്ട്, എത്ര റോസ് ഉണ്ടെന്ന് നോക്കിക്കേ. 1 2 3 4 4 റോസ് ഉണ്ട് അല്ലേ? ഇത് ഓരോ കോളം വാല്യൂസ് ആണ്. ഓരോ കോളത്തിലും നമുക്ക് ഓരോ റോയിലും 4 സെല്ല് വീതമുള്ള 4 കോളം വാല്യൂസ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ, ഇത് തേർഡ് റോ, ഇത് ഫോർത്ത് റോ. ചുമ്മാ ഡോട്ടിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. അത് എം ഡി സെല്ല്. ആ സെല്ല് നമ്മൾ എന്ത് വെച്ചിട്ടാണ് നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്തേക്കുന്നത് എന്നുള്ളത് നമുക്കിനി നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര സെൽസ് വരയ്ക്കണം നമ്മൾ? ആക്ച്വലി നമുക്ക് 16 സെൽസ് ഉണ്ട് 4x4 കോളം റോ ആൻഡ് കോളത്തിൽ. അപ്പോൾ ഇനി നമുക്കിതിനെ എങ്ങനെ ഓർഗനൈസ് ചെയ്യാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഇൻപുട്ട് വാല്യൂസ് മൾട്ടിപ്ലിക്കൻറ്റും മൾട്ടിപ്ലയറും തന്നിട്ട് ഡിസൈൻ ഒരു അറേ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ് ചോദിക്കാം. ഇങ്ങനെ അല്ലാണ്ട് ചില കോണ്ടെക്സ്റ്റുകളിൽ അവർ പറയും ഡിസൈൻ an array multiplier with the dimension ഒരു 3x3 ചെയ്യാൻ പറയും, 4x3 ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക? ഈ ഒരു അറേ മൾട്ടിപ്ലയറിൽ എത്ര റോസ് വേണം, എത്ര കോളംസ് വേണം എന്നുള്ള ഡയമെൻഷനാലിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ മൾട്ടിപ്ലിക്കൻറ്റിൽ 4 ബിറ്റ്സ് ആണ്, മൾട്ടിപ്ലയറിൽ 3 ബിറ്റ്സ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. യൂഷ്വലി രണ്ട് നമുക്ക് സെയിം സൈസിൽ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3x3 ആണെങ്കിൽ 3 റോസ് ആൻഡ് 3 കോളംസ് വെച്ചിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഡയമെൻഷൻ ഡിഫറെൻ്റ് ആക്കി നമ്മളടുത്ത് ചോദിക്കാം. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ അതിനെ ഇതിനെ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ലല്ലോ. ഇനി ഇൻറ്റേർണലി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് എന്താ ഒരു മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ 13ഉം 11ഉം ആണ് എടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻസിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ബൈനറി നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. അത് സെയിം വേയിൽ തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിനെ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഇത് ഞാൻ ജസ്റ്റ് ആ മൾട്ടിപ്ലിക്കേഷനൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി ഒന്ന് വലുതാക്കി മാറ്റി എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താ? നമ്മുടെ മൾട്ടിപ്ലയർ, ഇതാണ് നമ്മുടെ മൾട്ടിപ്ലയർ. അതിന് നമ്മൾ വിളിക്കുന്ന പേര് Q. ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കൻറ്റ്. ഐ എം കോളിംഗ് ഇറ്റ് ആസ് M. സോ എമ്മും ക്യൂ ആണ് ഈ ഒരു ഓപ്പറേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇങ്ങനെ അനലൈസ് ചെയ്യുവാണെങ്കിൽ ഇവിടെ നമുക്ക് കാണുന്നതെല്ലാം എന്താണ്? എം വാല്യൂസ് ആണ്. അതായത് 1101 ആണ് എമ്മിൻ്റെ വാല്യൂ. സോ ഹിയർ വി ആർ ഹാവിങ് എം. ഇവിടെ നമ്മൾ നെക്സ്റ്റ് സെക്കൻഡ് റോയിൽ നോക്കുകയാണെങ്കിൽ എന്താ? 1101. എഗെയിൻ വി ആർ ഹാവിങ് ആൻ എം.
പിന്നെ നമ്മൾ തൊട്ട് താഴെ കാണുന്നത് എന്താണ്? സീറോസ് ആണ്. പിന്നെ അതിന് തൊട്ട് താഴെ കാണുന്നത് എഗെയിൻ എം കാണുന്നു. സോ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്? മൾട്ടിപ്ലിക്കൻറ്റിനെയാണ്, ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഇൻ ദിസ് മൾട്ടിപ്ലയർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മൾട്ടിപ്ലിക്കൻറ്റിനെയാണ് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? ഈ ഓപ്പറേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഇൻ ദ മൾട്ടിപ്ലയർ. മനസ്സിലായോ? അപ്പോൾ ഈ മൾട്ടിപ്ലയറിലെ വാല്യൂ 1 ആണെന്നുണ്ടെങ്കിൽ വി ആർ റിപ്പീറ്റഡ്ലി യൂസിങ് ദ ബിറ്റ്സ് ഇൻ ദ മൾട്ടിപ്ലിക്കൻറ്റ്. അതായത് ഇവിടുത്തെ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. സോ നമ്മളവിടെ എന്ത് ചെയ്തു? മൾട്ടിപ്ലിക്കൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. എഗെയിൻ ഇവിടെ നമ്മുടെ മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. സോ വി ആർ റീയൂസിങ് ദിസ് ബിറ്റ്സ് ഇൻ ദിസ് മൾട്ടിപ്ലിക്കൻറ്റ് ആണല്ലോ. ഇനി എപ്പോഴാണോ ഈ ഒരു മൾട്ടിപ്ലയറിൽ 0 വരുന്നത്, ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന വാല്യൂ എന്തുമായിരിക്കും? സീറോസ് ആയിരിക്കും. അവിടെ നമുക്ക് മൾട്ടിപ്ലിക്കൻറ്റിനെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. When this value in this multiplier is equal to 1, then we are again using the bits in this multiplicand അല്ലേ? അതായത് മൾട്ടിപ്ലിക്കൻറ്റിലെ വാല്യൂസിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 1 1 0 1. ഓക്കെ ആണോ? ഓക്കെ. സോ ഇനി നമ്മൾ ചെയ്യുന്ന എന്താണ്? ഫസ്റ്റത്തെ ബിറ്റ് എന്തുവായാലും നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഇതാണ് നമ്മുടെ എം. ഇതിനെ ഞാൻ എം ചുമ്മാ 0 എന്ന് വിളിച്ചു. ഇതിനെ ഫസ്റ്റ് ബിറ്റിനെ ഞാൻ Q0 എന്ന് വിളിച്ചു. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തുമായിരിക്കും? M0 Q0. നമുക്ക് ബ്ലൈൻഡായിട്ട് പറയാം ദിസ് വൺ വിൽ ബി ദ ഫൈനൽ പ്രോഡക്റ്റ്. നമ്മുടെ ആൻസറിൻ്റെ ഫസ്റ്റ് ബിറ്റ് എന്തുമായിരിക്കും? M0 Q0 മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ തന്നെയായിരിക്കും നമ്മുടെ ഫസ്റ്റ് ബിറ്റായിട്ട് വരിക. കുഴപ്പമില്ലല്ലോ. സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ പ്രൊഡക്റ്റിനെ ഞാൻ എന്ത് വിളിച്ചു? P0 എന്ന് വിളിച്ചു. കുഴപ്പമില്ലല്ലോ. അപ്പോൾ M0 Q0 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേക്കും വി വിൽ ഗെറ്റ് the first bit of our product, that is P0, and here we are getting the value as 1. ഓക്കെ. ഇനി നമ്മൾ രണ്ടാമത്തെ ബിറ്റ് പൊസിഷനിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്താണ്? ഓരോ ബിറ്റ്സിനെയും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷനിലുള്ള എന്ത് ചെയ്യണം? നമുക്ക് നോക്ക്, ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് M0യും ഇവിടെ ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത് M0യും Q0യും ആണെങ്കിൽ പിന്നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തായിരിക്കും? നെക്സ്റ്റ് നമ്മുടെ ഈ Q0 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നെക്സ്റ്റ് ബിറ്റ് കിട്ടുന്നത് എങ്ങനെ കിട്ടുന്നത്? Q0 വെച്ചിട്ട് നമ്മൾ ആരെ മൾട്ടിപ്ലൈ ചെയ്യണം? M1നെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? സോ ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. ലാസ്റ്റ് ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3. അതായത് Q0 വിത്ത് എന്താ? നമ്മുടെ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് എംസ് നമ്മൾ മൾട്ടിപ്ലൈ അല്ലേ? അപ്പോൾ ഇത് എന്താണ്? M3 Q0. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? M2 Q0. ഇതെന്തായിരിക്കും? M1 Q0 നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? M0 Q0. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി. ഫസ്റ്റിലത്തെ നമ്മുടെ ആൻസർ എന്താണെന്ന് മനസ്സിലായി. ഫസ്റ്റ് പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി നമ്മൾ സെക്കൻഡ് ഓപ്പറേഷനിലേക്ക് പോകുമ്പോഴേക്കും എന്താ ചെയ്യുക? ഇവിടുന്ന് നമ്മൾ ഫസ്റ്റിലത്തെ റിസൾട്ടിൻ്റെ വാല്യൂവിനെ നമുക്ക് റിഫ്ലക്ഷൻ ഉണ്ട് നമ്മുടെ ആൻസറിലേക്ക്. അതായത് പ്രീവിയസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ്സ് ആയിട്ട് പറയുവാണെങ്കിൽ പ്രീവിയസ് ആയിട്ട് കിട്ടിയിരിക്കുന്ന 0യുടെ കൂട്ടത്തിലാണ് നമ്മൾ ആരെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്? നെക്സ്റ്റ് റോയിലുള്ള Qനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു വാല്യൂവിനെയും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻസർ കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ കയ്യിലുള്ള എന്താണ്? M1 Q0യും നമ്മൾ ആഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്? ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന ഏത് വാല്യൂ ആണ്? നമ്മുടെ കയ്യിലുള്ള ഫസ്റ്റ് ബിറ്റാണ് അല്ലേ? അതായത് M0യിലുള്ള വാല്യൂവും Q1ഉം കൂടെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതിന് നമ്മൾ ആരുമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്? പ്രീവിയസ് ആയിട്ട് കിട്ടിയ റിസൾട്ടിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇൻ ദ സെയിം വേ അടുത്ത ബിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതും നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള Q0യിലുള്ള വാല്യൂ, Q1ലുള്ള വാല്യൂ, Q2ലുള്ള വാല്യൂ കൂടെ സമ്മേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും നെക്സ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മുടെ ശരിക്കും ഒരു പ്രൊസീജിയർ പ്രോഗ്രസ് ചെയ്ത് പോകുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ ഇതിപ്പോൾ നമ്മുടെ നോർമൽ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മളൊരു സർക്യൂട്ടറി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യാൻ പോവാണ് അല്ലേ? അവിടെ വേറൊരു പ്രൊസീജിയർ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ നമുക്ക് ഓരോ തവണ നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സും, അതായത് 3 തവണ, അതായത് 3 നമ്പേഴ്സിനെ എടുത്ത് നമ്മൾ ആഡപ്പ് ചെയ്ത് വരുന്നതിന് പകരമായിട്ട് നമുക്ക് ഈ ഓരോ റിസൾട്ട്സിനെയും നമുക്കെടുത്ത് യൂസ് ചെയ്യാം നമ്മുടെ പ്രോഡക്റ്റായിട്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കിട്ടിയേക്കുന്ന റിസൾട്ട് എന്താണ്? 1 1 0 1. ഓക്കെ ആണോ? അതാണ് നമ്മുടെ ഫസ്റ്റ് റിസൾട്ട്. ഇതിൽ നമുക്ക് ആരെ ചൂസ് ചെയ്യാം? ഇതായിരിക്കും നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫസ്റ്റ് വാല്യൂ, നമ്മുടെ ആൻസറിൻ്റെ ഫസ്റ്റ് വാല്യൂ. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ടാമത്തെ സ്റ്റേജിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്താണ്? 1 1 0 1 ആണല്ലോ. ഇതാണ് രണ്ടാമത്തെ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട്. ദിസ് വൺ അല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതുമായിട്ട് നമ്മൾ ആഡ് ചെയ്യും. എങ്ങനെയായിരിക്കും? ഒരു ബിറ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളതിനെ യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മളിനി ഉപയോഗിക്കത്തതേ ഇല്ല. ദിസ് കംസ് ടു ദ റിസൾട്ട് വാല്യൂ. ഇനി നമുക്കതിന് വേണ്ട. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഈ റിസൾട്ടിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതൊഴികെയുള്ള ബാക്കിയുള്ള നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് ആഡ് ചെയ്യും. സോ ഇവിടെ നമുക്കിവിടെ എന്ത് കിട്ടും? 1 കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? 1 1
നമുക്ക് എന്ത് കിട്ടും 0 കിട്ടും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും 1 0 കിട്ടും. ആ ക്യാരി ഉൾപ്പെടെ നമ്മളതിനെ മീൻസ് ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതെന്താണ് നമുക്ക് ഒരു ആൻസറായി കഴിഞ്ഞു. ഈ ആൻസറിൻ്റെ ഫസ്റ്റ് ബിറ്റ് ആയിരിക്കും അടുത്ത നമ്മുടെ ആൻസറായിട്ട് വരിക. നമ്മുടെ ആൻസറിൻ്റെ നെക്സ്റ്റ് ബിറ്റായിട്ട് സെറ്റ് ചെയ്യുക. സോ ഇത് നമ്മുടെ ഫൈനൽ ആൻസറിൻ്റെ 0th ബിറ്റ്, ഇത് നമ്മുടെ ഫൈനൽ ആൻസറിൻ്റെ ഫസ്റ്റ് ബിറ്റ്. നോക്കിക്കേ, ഇവിടെ ഒരു 1 വന്നിട്ടുണ്ട്, ഈ ഒരു 1 വന്നിട്ടുണ്ട്. സോ P0 സെറ്റ് ആയിട്ടുണ്ട്, P1 സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു ബിറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത ലൊക്കേഷനിൽ നമുക്ക് ആരെ യൂസ് ചെയ്യാം, നെക്സ്റ്റ് കിട്ടിയിരിക്കുന്ന വാല്യൂസിനെ യൂസ് ചെയ്യാം. എന്ന് പറയുമ്പോഴേക്കും എന്താണ് 1 2 3 4 4 സീറോസ്. ആ 4 സീറോസിൽ എടുക്കുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും 1 കിട്ടും, 0 കിട്ടും, 0 കിട്ടും, 1 കിട്ടും. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ ഒരു ബിറ്റ് ആയിരിക്കും നമ്മളുടെ അടുത്ത ബിറ്റ് വാല്യൂ, ദാറ്റ് ഈസ് P2. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, അടുത്ത സൈക്കിളിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സെക്ഷൻ എടുക്കും. അവിടെ നമുക്ക് വേണ്ട എന്താ 1 1 0 1 ആണല്ലോ. അപ്പോൾ 1 1 0 1 ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 1 കിട്ടും, എഗെയിൻ 0 കിട്ടും, 1 + 1 0 കിട്ടും, എഗെയിൻ ഒരു ക്യാരി 1 ഉണ്ട്, ദെൻ 1 + 1 നമുക്ക് എന്ത് കിട്ടും 1 0 കിട്ടും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇതാണ് നമ്മളുടെ P3. ഓക്കെ, ഇതാണ് നമ്മുടെ P3. സോ P0 കിട്ടി, P1 കിട്ടി, P2 കിട്ടി, P3 കിട്ടി ആണല്ലോ. P3 കിട്ടി. ഇനി ബാക്കിയുള്ളവരെല്ലാം എന്താണ് നമ്മുടെ ആൻസറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫൈനൽ റിസൾട്ട്സാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തത്, ഫൈനൽ റിസൾട്ടിലേക്ക് എത്തിയത്. അതായത് നമ്മൾ ഓരോ തവണ എടുക്കുന്ന റിസൾട്ടുകളെയും നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ റിസൾട്ടിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, സോ നമ്മുടെ ഇനീഷ്യൽ റിസൾട്ടിനകത്ത് ഫസ്റ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും കിട്ടുക, ഫസ്റ്റ് നമ്മളെ കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്താണോ, ഈ ഒരു ആൻസർ എന്താണോ അതിൻ്റെ ഫസ്റ്റ് ബിറ്റിനെ നമ്മുടെ ആൻസറിൻ്റെ ഫസ്റ്റ് ബിറ്റായിട്ട് ചൂസ് ചെയ്തു. എന്നിട്ട് സക്സസീവ് ആയിട്ടുള്ള ഓരോ ജനറേറ്റ് ചെയ്തേക്കുന്ന വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ ആൻസറിലേക്ക് നമ്മൾ ആഡപ്പ് ചെയ്തു, ഒരു ബിറ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട്, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പ്രോസസ്സ് കഴിയുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും ജനറേറ്റ് ചെയ്യുന്ന ഈ ഓരോ ആൻസേഴ്സില്ലേ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ പ്രോഡക്റ്റ്. എന്താ വിളിക്കുന്നത്, പാർഷ്യൽ പ്രോഡക്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പാർഷ്യൽ പ്രോഡക്ട്സുകളെ എടുത്ത് ക്യുമുലേറ്റീവായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് നമ്മൾ റീച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഓരോ തവണയും നമ്മൾ എന്ത് ചെയ്യും, ഓരോ ബിറ്റ് വാല്യൂസിനെ നമ്മൾ സെറ്റ് ചെയ്യണം. നമ്മുടെ ആൻസറിൻ്റെ LSB ബിറ്റ് ആയിരിക്കും ഓരോ തവണ സെറ്റ് ആവുന്ന നമ്മുടെ ഫൈനൽ ആൻസറിൻ്റെ ബിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഫൈനലി നമ്മുടെ ഒരു പ്രോസസ്സ് 4 ബിറ്റ്സ് ആണുള്ളെങ്കിൽ 4 സൈക്കിൾസ് കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണോ അതിനകത്തിന് ബാക്കിയുള്ള റിമൈനിങ് ബിറ്റ്സ് ആയിരിക്കും നമ്മളുടെ എന്താണ്, നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിലേക്കുള്ള അറ്റാച്ച് ചെയ്ത് വരുന്ന ബിറ്റ്സ് എന്ന് പറയുന്നത്, ടുവേർഡ്സ് ദ MSB. കുഴപ്പമില്ലല്ലോ. സോ ഇതാണ് നമ്മളുടെ ഈ ഒരു അറേ മൾട്ടിപ്ലയറിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? ഒന്നുമില്ല, സിംപ്ലി നമ്മളുടെ ഓരോ ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്ട്സും എടുത്ത് എഴുതി വെക്കുക. എന്നിട്ട് അതിൻ്റെ LSBസിനെ എന്താക്കി സെറ്റ് ചെയ്യുക, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ബിറ്റ്സ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫൈനലി എത്ര നമ്പർ ഓഫ് ബിറ്റ്സ് ആണോ നമ്മുടെ മൾട്ടിപ്ലയറിലുള്ളത് അത് കഴിയുമ്പോഴേക്കും നമുക്ക് ടോട്ടലി നമുക്ക് കിട്ടുന്ന ആൻസറിനുള്ള റിമൈനിങ് ബിറ്റ്സ് ആയിരിക്കും നമ്മളുടെ ബാക്കിയുള്ള MSB ബിറ്റായിട്ട് സെറ്റ് ചെയ്ത് വരിക. ഓക്കെ, സോ ഈ ഒരു പ്രോസസ്സാണ് അവരെന്താക്കി ചെയ്തിരിക്കുന്നത്, ഈ ഒരു അറേ മൾട്ടിപ്ലയറിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അറേ മൾട്ടിപ്ലയറിൽ നമുക്കതിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ട് നമുക്കൊന്ന് നോക്കിയാലോ. സോ ഇൻറ്റേർണൽ സർക്യൂട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചു, ഓരോ പ്രോസസ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ വാല്യൂസിനെ നമ്മൾ ആരുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്, Q വാല്യൂസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഒരു M വാല്യൂ, ഇനി അതിനെ J എന്ന് വിളിക്കാമേ, ഇതിനെ ഞാൻ QI എന്ന് വിളിച്ചു. സോ ഒരു MJQI വാല്യൂ മൾട്ടിപ്ലിക്കേഷൻ എല്ലാ സ്റ്റെപ്പുകളിലും നടക്കുന്നുണ്ട്. ഓരോ പ്രൊഡക്ട്സുകളും എങ്ങനെയാണ് ഓരോ വാല്യൂസ് നമുക്ക് എങ്ങനെ കിട്ടുന്നത്, പ്രൊഡക്റ്റ് ചെയ്യുമ്പോഴാണ്, അല്ലേ? അപ്പോൾ അതിനകത്ത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് വി മസ്റ്റ് ബി ഹാവിങ് ആൻഡ് ഗേറ്റ്. ഇവിടെ നമുക്ക് എന്ത് വേണം, ഒരു ആൻഡ് ഗേറ്റ് വേണം ആ ഒരു പ്രൊഡക്റ്റ് ഓപ്പറേഷൻ ചെയ്യാൻ. ദാറ്റ് ഈസ് MJ × QI. ഫസ്റ്റ് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് എങ്ങനെയായിരുന്നു, M0യും പിന്നെ നമ്മൾ എന്ത് ചെയ്തു, Q0യും മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ നമുക്ക് കിട്ടിയ രണ്ടാമത്തെ ബിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു, നമ്മൾ Q0യും M1നെയും മൾട്ടിപ്ലൈ ചെയ്തു, M1നെയും മൾട്ടിപ്ലൈ ചെയ്തു. നെക്സ്റ്റ് കിട്ടിയ ബിറ്റ് എങ്ങനെയായിരുന്നു, Q0യും M2നെയും മൾട്ടിപ്ലൈ ചെയ്തു. ലാസ്റ്റ് കിട്ടിയ ബിറ്റ് എങ്ങനെയായിരുന്നു, Q0നെയും M3നെയും നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ആ ഇൻറ്റേർണൽ ആയിട്ടുള്ള ആ ഒരു പ്രൊഡക്റ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് ആര് വേണം, ഉറപ്പായിട്ടൊരു ആൻഗേറ്റ് അല്ലേ വേണ്ട. ആ ആൻഗേറ്റിലേക്കുള്ള ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മുടെ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ ബിറ്റും മൾട്ടിപ്ലയറിൻ്റെ ഒരു ബിറ്റും ആയിരിക്കും ഈ ആൻഗേറ്റിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്തത് ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ നോക്കി ഈ കിട്ടിയിരിക്കുന്ന ആൻസേഴ്സ് എല്ലാം ഇത് നമ്മുടെ ഫൈനൽ ആൻസർ അല്ലല്ലോ, നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ആൻസർ ആണ്, അല്ലേ? അത് പാർഷ്യൽ പ്രൊഡക്ട്സ് ആണ്. ആ പാർഷ്യൽ പ്രൊഡക്ട്സിനെ നമുക്ക് എന്ത് ചെയ്യണം, ക്യുമുലേറ്റീവായിട്ട് നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒറ്റ ഒരു നമുക്ക് 1 2 3 എന്നുള്ള പ്രൊസീജിയറിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് ആരെ വേണം, ഒരു ഫുൾ ആർഡറിനെ വേണം. ഓക്കെ, സോ ഒരു ഫുൾ ആർഡർ എന്ന് പറയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ എത്ര ഇൻപുട്സ് കൊടുക്കണം, 3 ഇൻപുട്സും എത്ര ഔട്ട്പുട്ട്സ് കാണും, 2 ഔട്ട്പുട്ട്സ് കാണും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ നമ്മുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഫുൾ ആർഡർ സ്യൂട്ട് ആവുമോ നോക്കാം. സോ ഫുൾ ആർഡർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ ഈ ഒരു
ഇൻഡിവിജ്വൽ ബിറ്റ് വാല്യൂ, ദാറ്റ് ഈസ് എം ജെ ഇൻറ്റു ക്യു ഐ, അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ ആൻഡ് ഗേറ്റ് ത്രൂ നമ്മൾ പാസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്ത് വേണം, നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞു നേരത്തെ പ്രീവിയസ് റിസൾട്ടിൽ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ ആ പ്രീവിയസ് റിസൾട്ടിൻ്റെ ബേസിസിലാണ് നമ്മുടെ ഓരോ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട്സും ജനറേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് വേണം, പാർഷ്യൽ പ്രൊഡക്ട്സ് ഇതിനകത്ത് ഉറപ്പായിട്ടും ഈ ഒരു അഡീഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതായത് പ്രീവിയസ് റിസൾട്ടിൻ്റെ ആൻസറാണ് നമ്മളിവിടെ ഓരോ തവണയും നമ്മളെടുത്ത് ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, ഓരോ തവണ നമ്മൾ പ്രീവിയസ് റിസൾട്ടിൻ്റെ വാല്യൂസ് എടുത്ത് വെച്ചിട്ടാണ്, അതായത് പാർഷ്യൽ പ്രൊഡക്ട്സിനെ എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ബിറ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പാർഷ്യൽ പ്രൊഡക്ട്സിനകത്ത് ക്യാരി വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് 1 ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് വരും, 0 വരും. ആ ക്യാരി നമ്മൾ അടുത്ത ബിറ്റിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ പാർഷ്യൽ പ്രൊഡക്ട്സിനെ നമ്മൾ ആഡ് ചെയ്തു, ക്യാരി വരുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഇൻക്ലൂഡ് ചെയ്തു. സോ നമ്മുടെ ഈ ഫുൾ ആർഡറിലേക്കുള്ള ഇൻപുട്സ് എല്ലാം സെറ്റായോ? ഓക്കെ, സോ ഫുൾ ആർഡറിലേക്കുള്ള 3 ഇൻപുട്സും സെറ്റായി. ദാറ്റ് ഈസ് ഓരോ ഇൻഡിവിജ്വൽ ബിറ്റ് പൊസിഷൻ, പ്രീവിയസ് ആയിട്ടുള്ള റിസൾട്ടിൻ്റെ ബിറ്റ് പൊസിഷനുള്ള വാല്യൂ, ക്യാരി ഉണ്ടെങ്കിൽ ആ ക്യാരി വാല്യൂ അതും കൂടി നമ്മൾ കൊടുത്തു. എന്നിട്ട് നമുക്കൊരു ഫൈനൽ ആൻസർ കിട്ടും. ആ ആൻസർ എടുത്തിട്ട് നമ്മൾ അടുത്ത ബിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാരി ഔട്ട്. ക്യാരി വേണ്ടേ, അതായത് ക്യാരി ഇൻ കൊടുത്തു. ഇനി നമ്മൾ സക്സസീവ് ആയിട്ടുള്ള അഡീഷൻ പ്രോസസ്സിലേക്ക് നമുക്ക് എന്ത് വരും, ക്യാരി ഉണ്ടെങ്കിൽ നമ്മളത് നെക്സ്റ്റ് ബിറ്റിലേക്ക് നമ്മളതിനെ ട്രാൻസ്ഫർ ചെയ്യും അല്ലേ, ക്യാരി ഔട്ട്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഒരു 2 കമ്പണൻസ് ഉണ്ട്. എന്തൊക്കെയാണ്, ഒരു ആൻഡ് ഗേറ്റും ഉണ്ട്, ഒരു ഫുൾ ആർഡറും ഉണ്ട്. അപ്പോൾ ആൻഡ് ഗേറ്റിലേക്ക് പോകുന്ന ഇൻപുട്സും ഫുൾ ആർഡറിലേക്ക് പോകുന്ന ഇൻപുട്സും ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. 2 ഔട്ട്പുട്ട്സ് ആണുള്ളത്, നമ്മളുടെ ഫൈനലി അഡീഷൻ സം വാല്യൂ, ദെൻ ഒരു ക്യാരി ഔട്ട് വാല്യൂ. ഇതാണ് നമ്മളുടെ ഈ കാണിച്ചിരിക്കുന്ന ഓരോ സെല്ലിനകത്തും ഇൻറ്റേർണൽ ആയിട്ടുള്ള എന്തെന്ന് പറയുന്നത്, വർക്ക് ചെയ്യുന്ന ലോജിക് സർക്യൂട്ടറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സെല്ല് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഈ മൾട്ടിപ്ലിക്കൻസിനെ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു സെല്ലിൻ്റെ ഇൻപുട്ടായിട്ട് ഇവിടെ സപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര ബിറ്റ്സ് ഉണ്ടായിരുന്നു, 4 ബിറ്റ്സ് ഉണ്ടായിരുന്നു. സോ M0, M1, M2, M3, 4 ബിറ്റ് വാല്യൂസ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പാരലി നമ്മൾ ആരെയും കൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട്, Q0, Q1, Q2, Q3 എന്നുള്ള നമ്മുടെ മൾട്ടിപ്ലയർ ബിറ്റ്സും. ഓക്കെ, മൾട്ടിപ്ലിക്കൻസ് കൊടുത്തു. ദെൻ നോക്ക്, ഇവിടെ ഓരോ കോളത്തിൽ നമ്മൾ ആരെ കൊടുത്തു, മൾട്ടിപ്ലിക്കൻസിനെ അപ്ലൈ ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു, റോ വൈസിൽ നമ്മൾ ആരെ കൊടുത്തു, Q0 കൊടുത്തു. സോ ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ, ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ എന്താ നോക്ക്, M0, Q0. നോക്ക്, M0യും Q0 ആണ് ഫസ്റ്റ് വരിക ആണല്ലോ. അവിടെ നമ്മൾ ഫസ്റ്റ് ബിറ്റിനകത്ത് നമുക്ക് വേറെ എക്സ്റ്റേണൽ ഇൻപുട്സ് ഒന്നും നമുക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഫസ്റ്റ് ബിറ്റിലെല്ലാം നമ്മൾ എക്സ്റ്റേണൽ ഇൻപുട്സ് ആയിട്ട് നമ്മൾ എന്ത് കൊടുത്തു, 0 സെറ്റ് ചെയ്തു. കുഴപ്പമില്ലല്ലോ. ഇവിടെ നമ്മൾ 0 വാല്യൂ ആണ്, ക്യാരി ഒന്നുമില്ല, ഫസ്റ്റ് ബിറ്റാണ്. സോ അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. സോ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് കൊടുത്തു, P0 കൊടുത്തു. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നോക്ക്, ഈ ഒരു പ്രോസസ്സിലേക്ക് പോകുന്ന ഇൻപുട്സ് എന്തൊക്കെയാണ്, എക്സ്റ്റേണൽ ഇൻപുട്ട് വന്നു, മൾട്ടിപ്ലിക്കൻറ്റ് വന്നു, മൾട്ടിപ്ലയർ വന്നു, ക്യാരി ഒന്നുമില്ല, 0 കൊടുത്ത് വിട്ടു ആണല്ലോ. ഇനി നമുക്ക് എന്ത് വേണം, 3 ഔട്ട്പുട്ട്സ് വേണം ആണല്ലോ. അപ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ ഒരു പാർഷ്യൽ പ്രൊഡക്ട്സ്, ഈ ഒരു ബിറ്റിൽ കിട്ടിയിരിക്കുന്ന പാർഷ്യൽ പ്രൊഡക്റ്റ് കൊടുത്തു, അവിടുത്തെ ക്യാരി ഔട്ട് എന്ത് ചെയ്തു, നമ്മൾ പുറത്തേക്ക് കൊടുത്തു. പാർഷ്യൽ പ്രൊഡക്റ്റ് കൊടുത്തു, ക്യാരി ഔട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ബിറ്റിലേക്ക് പോയി അവിടെയും സെയിം പ്രോസസ്സ് തന്നെ, അവിടെ നമ്മൾ പാർഷ്യൽ പ്രൊഡക്റ്റും ക്യാരി ഔട്ടും കൊടുത്തു, ഇവിടെ നമ്മൾ പാർഷ്യൽ പ്രൊഡക്റ്റും ക്യാരി ഔട്ടും കൊടുത്തു. ഫൈനലി നമ്മൾ എന്ത് ചെയ്തു, ഈ ഫസ്റ്റ് ആൻസറിനെ, അതായത് ഫസ്റ്റ് റിസൾട്ടിനെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, PP, പാർഷ്യൽ പ്രൊഡക്റ്റ് 0. ഈ 0യെ വേണം നമുക്ക് ആരുമായിട്ട് ആഡ് ചെയ്യാൻ, രണ്ടാമത് കിട്ടിയിരിക്കുന്ന ഈ ഒരു നമ്മുടെ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ ബിറ്റ്സുമായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? ഈ മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് കിട്ടിയിരിക്കുന്ന നമ്മുടെ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ ബിറ്റ്സുമായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാർഷ്യൽ പ്രൊഡക്റ്റ് 0, ഇത് PP0. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, PP1 കിട്ടും, PP2 കിട്ടും, PP3 കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയായിരിക്കും ഈ ഒരു പ്രോസസ്സിൻ്റെ പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കിക്കുക, രണ്ടാമത്തെ സൈഡിലേക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബിറ്റ്, ഇനി നമുക്കതിനെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ബിറ്റ് അവിടെ സെറ്റായി. ഇനി നമ്മൾ ഈ M0 നമ്മുടെ നെക്സ്റ്റ് സെല്ല് നോക്കുമ്പോഴേക്കും ഈ ഒരു ബിറ്റ് കഴിഞ്ഞു, ആ ഒരു പൊസിഷൻ കഴിഞ്ഞിട്ട് തൊട്ട് ഒരു ബിറ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അടുത്ത 2 ബിറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഞാനിത് ആരോ വെച്ച് കാണിക്കുന്നതാണ്, അവിടെ നിന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ ഒന്നും ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ വരച്ച് വെക്കുന്നതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ബിറ്റിൻ്റെ പൊസിഷനിലുള്ള വാല്യൂയും രണ്ടാമത്തെ വാല്യൂ കൂടെ വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്കിവിടെ ആര് വേണം, ഈ സെൽ വാല്യൂ കിട്ടണമെങ്കിൽ നമുക്ക് ആര് വേണം, ഈ ഒരു ആൻഡ് പ്രോസസ്സ് അവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ ആര് വരണം, മൾട്ടിപ്ലിക്കൻറ്റ് വന്നു, മൾട്ടിപ്ലയർ വന്നു. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ഫസ്റ്റ് ബിറ്റിലേക്ക് ക്യാരി ഒന്നും വരുന്നില്ല. സോ നമ്മൾ എന്ത് കൊടുത്തു, 0 ഇൻപുട്ട് കൊടുത്തു ക്യാരിക്ക്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ സെല്ലിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ പാർഷ്യൽ പ്രൊഡക്റ്റും കിട്ടും, നമ്മുടെ എന്ത് ചെയ്യും, ക്യാരി ഔട്ട് ചെയ്യും. അത് ആരിലേക്ക് പോകും, അടുത്ത സെല്ലിലേക്ക് പോകും. അടുത്ത സെല്ലിലേക്ക് എന്ത് കാണും, സെയിം പോലെ തന്നെ ഇവിടെ വരുന്ന എന്താണ്, ഇത് M1, ഇതെന്താണ് M0. കൺഫ്യൂസ്ഡ് ആവരുത്, ഇതിൻ്റെ ആൻസർ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇതെന്താണ് M2, ഇതെന്താണ് M3. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലിക്കൻറ്റ് വന്നു, ഈ ലൈനിൽ കൂടെ ആര് വരും, Q1 വരും. ആ Q1ൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യും,
പ്രൊസീഡ് ചെയ്തു പോകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു വർക്കിങ്ങിന് വേണ്ടി, ഈ ഒരു അറേ മൾട്ടിപ്ലയറിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ആൻഡ് ഗേറ്റ്, അതിൻ്റെ ക്യാരി ഔട്ട്, അതിൻ്റെ സം. ഓക്കെ, സോ ഈ ഒരു ഇൻറ്റേർണൽ കോൺഫിഗറേഷൻ മനസ്സിൽ ഓർത്തിരിക്കുക. ഓരോ തവണ നമ്മൾ ഓരോ ബിറ്റ്സിനെ എടുക്കുന്ന സമയത്തും അതിൻ്റെ M0, ഇവിടെ M1, ഇവിടെ M2, ഇവിടെ M3. ഓക്കെ, സോ നമ്മുടെ ഓരോ ക്യൂ ഇൻപുട്സുമായിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സിനെ നമ്മളിവിടെ യൂസ് ചെയ്യും. ഓക്കെ, ഓരോ പാർഷ്യൽ പ്രൊഡക്ട്സിനെ നമ്മളെടുത്ത് നമ്മുടെ ആൻസർ ബിറ്റ്സ് ആക്കി മാറ്റി P0, P1, P2 ആണ് നമ്മുടെ ആൻസേഴ്സിനെ ഹോൾഡ് ചെയ്യുന്നത്. ദെൻ ഇതൊക്കെ P3, P4, P5, P6, P7 ഇല്ലേ, ഈ ബിറ്റ്സാണ് നമ്മുടെ ഫൈനൽ ബിറ്റ്സ് എന്ന് പറയുന്നത്. നോക്കി എന്താ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ദ മെയിൻ കമ്പണൻറ്റ് ഓഫ് ഈച്ച് സെൽ ഈസ് എ ഫുൾ ആഡർ. ഇത് നമ്മളൊരു 3/3 ആണ് യൂസ് ചെയ്യുന്നത്, 4/4 ആണ് യൂസ് ചെയ്യുന്നത്. ഒരു 3/3 ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഹാഫ് ആർഡർ മതിയായിരിക്കും. ദ ആൻഡ് ഗേറ്റ് ഇൻ ഈച്ച് സെൽ ഡിറ്റർമൈൻസ് വെദർ എ മൾട്ടിപ്ലിക്കേഷൻ ബിറ്റ് MJ ഈസ് ആഡഡ് ടു ദ ഇൻകമിംഗ് പാർഷ്യൽ പ്രൊഡക്റ്റ് വിത്ത് ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഓഫ് ദ മൾട്ടിപ്ലയർ ബിറ്റ് QI. അതായത് QIയുടെ ബേസിസിലാണ് നമ്മൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ പ്രോസസ് മൾട്ടിപ്ലിക്കൻറ്റിനെ യൂസ് ചെയ്യണോ അതോ 0 വാല്യൂസ് വെച്ച് റീപ്ലേസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? QIയുടെ ബിറ്റ് വാല്യൂസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു 4 ബിറ്റ് ആയതുകൊണ്ടാണ് നമ്മൾ 0 to 3 വരെ പോകുന്നത്. ആഡ്സ് ദ മൾട്ടിപ്ലിക്കൻറ്റ് shifted to the incoming partial product ആണ്, incoming to the partial product PPI to generate the outgoing partial product PPI plus 1 if QI is equal to 1. അതായത് QI is equal to 1 ആണെന്നുണ്ടെങ്കിൽ ഓരോ പാർഷ്യൽ പ്രൊഡക്ട്സിലും നമ്മൾ ജനറേറ്റ് ചെയ്യും. എങ്ങനെയാണ് പാർഷ്യൽ പ്രൊഡക്ട്സ് ജനറേറ്റ് ചെയ്യുന്നത്? നമ്മളുടെ എന്ത് ചെയ്യണം, നമ്മുടെ മൾട്ടിപ്ലിക്കൻറ്റിൻ്റെ ബിറ്റ് വാല്യൂസ് ആയിരിക്കും നമ്മളവിടെ ഓരോ പാർഷ്യൽ പ്രൊഡക്റ്റിൻ്റെ ജനറേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ QI is equal to 0 ആണെങ്കിൽ PPI is passed vertically downward unchanged. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രീവിയസ് റിസൾട്ടിനെ തന്നെ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. നമുക്ക് 0 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ വെർട്ടിക്കലി നമ്മളതിനെ എന്ത് ചെയ്യുവാണ്, പാസ് ചെയ്യുവാണ് വിത്തൗട്ട് ചേഞ്ചിങ് ദിസ്, അല്ലെങ്കിൽ വി ആർ നോട്ട് പെർഫോമിങ് ദിസ് അഡീഷൻ ഓപ്പറേഷൻ അല്ലേ. കാര്യം അവിടെ മൾട്ടിപ്ലിക്കൻ്റെ വാല്യൂസ് വന്നിട്ടില്ല. PP0 ഈസ് all zeros and PP4 is the desired product. ഓക്കെ, സോ അതിനുശേഷം നമ്മൾ ഓരോ PP3 വരെ നമ്മൾ ഒരു 4/4 ആകുമ്പോഴേക്കും PP3 വരെ നമുക്ക് കിട്ടി. ബാക്കിയുള്ള എല്ലാ റിമൈനിങ് ബിറ്റ്സും ആയിരിക്കും എന്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമ്മുടെ ഫൈനൽ ആൻസറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അറേ മൾട്ടിപ്ലയറിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ശരിക്കും അതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കിക്കുക, ഒരു 4/4 അറേ ആയപ്പോൾ തന്നെ നമ്മുടെ ഒരു സർക്യൂട്ട് അത്രയും കോംപ്ലക്സ് ആയി, നമുക്ക് അത്രയും സർക്യൂട്ട് സ്പേസ് നമുക്ക് വേണ്ടി വന്നു. ഈ ഓരോ സെല്ലിലും നമ്മളൊരു ഫുൾ ആർഡറിനെ ക്യാരി ചെയ്യണം, ഒരു ആൻഡ് ഗേറ്റിനെ ക്യാരി ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ കോംപ്ലക്സ് ആയിരിക്കും, ഈസി ആയിരിക്കും, സിമ്പിൾ ആയിരിക്കും? ഉറപ്പായിട്ടും നമ്മുടെ ഡിസൈൻ എന്തായിരിക്കും, കോംപ്ലക്സ് ആയിരിക്കും അല്ലേ. ഒരു n bit അറേ മൾട്ടിപ്ലയർ റിക്വയർസ് എത്ര ആൻഡ് ഗേറ്റ്സ് വേണം? n² ആൻഡ് ഗേറ്റ്സ് വേണ്ടി വരും. ഫുൾ ആഡേഴ്സിൻ്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? n/n-2 ഫുൾ ആഡേഴ്സ് നമുക്ക് വേണ്ടി വരും. ഓക്കെ, സർക്യൂട്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോംപ്ലക്സ് ആയിരിക്കും. സർക്യൂട്ട് ഡിസൈൻ ഈസ് വെരി കോംപ്ലക്സ്. ഓക്കെ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാം. ഇത്രയും നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നോർമലി നിങ്ങളൊരു പാത്ത് ട്രാവേഴ്സ് ചെയ്യുമ്പോഴേക്കും അതായത് ഫുൾ ആർഡർ എന്ന് പറയുമ്പോഴേക്കും 2 ലോജിക്കൽ സർക്യൂട്ട്സിൻ്റെ കോംപ്ലിമെൻറ്റേഷൻസ് ആണല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്കതിന് n/n-1 സാധാരണ നമുക്ക് n-1 മൂവ്സ് മതി. ഇത് n/n-1 മൂവ്സ് വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നതിന് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് അറേ മൾട്ടിപ്ലയറിൻ്റെ n ബിറ്റ് അറേയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മീൻസ് വാല്യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് റോയിൽ നമുക്ക് n-1 നമുക്ക് n-1 ട്രാവേഴ്സൽസ് നമുക്ക് പറ്റും. അതേസമയം ഒരു ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഓരോ സെല്ലും 2 ഇൻ്റർമീഡിയറ്റ് സെല്ലിൻ്റെ കോമ്പിനേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏതെന്ന് പറയുന്നത് അറേ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ.